ഹായ് ഗായ്സ്, മദർവുഡ് ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് നമുക്ക് കടക്കാം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുമക്കളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എന്തെല്ലാം ചെയ്യാം, എങ്ങനെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ എന്തിനാണ് കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യിക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി അവരുടെ ബോഡിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ എപ്പോഴും അസുഖങ്ങൾ വരുന്ന കുഞ്ഞുങ്ങളായിരിക്കും. അസുഖങ്ങൾ പിടിച്ചോണ്ടേയിരിക്കും. അതായത് ഇപ്പോൾ ജലദോഷം ആയിക്കോട്ടെ, പനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചുമ ആയിക്കോട്ടെ, നമ്മുടെ അരികത്തൂടെ അങ്ങനെ ആരും പോകും. അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ചുമയോ ജലദോഷമോ വന്നെങ്കിൽ അത് ഇവിടെയുള്ള നമുക്ക് പിടിക്കുന്ന ഒരവസ്ഥയാവും. നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് രോഗപ്രതിരോധ ശേഷി നമ്മുടെ ബോഡിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാക്സിൻ എടുക്കുന്നില്ല. വാക്സിൻ എടുക്കുന്നത് നമ്മുടെ, അതായത് നമ്മുടെ ബോഡിയിൽ ആ ഒരു അസുഖത്തിൻ്റെ പ്രതിരോധ ശേഷി നമുക്ക് ഉണ്ടാകാൻ വേണ്ടി. ഇപ്പം നമ്മൾ മീസിൽസ് ഒക്കെ എടുക്കുന്നു, അതായത് ചിക്കൻ ബോക്സ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി എടുക്കുന്നു. അപ്പോൾ ചിക്കൻ ബോക്സ് നമ്മുടെ ബോഡിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിരോധ ശേഷി ആണ് നമ്മൾ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വാക്സിൻ ഒക്കെ എടുക്കുന്നത്, അല്ലേ? അപ്പം അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എന്തെല്ലാം ചെയ്യാം, അതായത് ഈ ഒരു രോഗങ്ങൾ വരുമ്പോഴത്തേക്കും അതിന് നമ്മുടെ ബോഡിയിലോട്ട് വരാതിരിക്കാൻ വേണ്ടി, അവരെ ഒഴിവാക്കി നിർത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമ്മുടെ ബോഡിയെ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്. അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം ഏറ്റവും നന്നായി വേണ്ടുന്ന, അതായത് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ വൈറ്റമിൻസിൽ ഒന്നാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻ ഡിൻ്റെ അഭാവം ഇപ്പം എല്ലാവർക്കും തന്നെയുണ്ട്. ജനിച്ചു വീഴുന്ന കുഞ്ഞു തൊട്ട് നമ്മൾ മുതിർന്നവർക്ക്, നമ്മുടെ അമ്മമാർക്ക്, അങ്ങനെ എല്ലാവർക്കും ഉണ്ട് ഈ വൈറ്റമിൻ ഡിൻ്റെ കുറവ്. വൈറ്റമിൻ ഡിൻ്റെ കുറവ് മുതിർന്നവർക്ക് വന്നെങ്കിൽ തന്നെ അവർക്ക് ബോൺസിനൊക്കെ പെയിൻ ആയിരിക്കും, പിന്നെ ആകെ ഫുൾ ക്ഷീണമായിരിക്കും, പിന്നെന്താ കൈയും കാലുമൊക്കെ മരവിപ്പ്, അങ്ങനെ തലവേദനയൊക്കെ വരവ്, വിളർച്ച, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ, ഇപ്പം തലകറക്കം, അങ്ങനത്തെ ഓരോ ക്ഷീണങ്ങളുണ്ട് കുഞ്ഞുങ്ങൾക്ക്. വലിയവർക്കാണെങ്കിൽ തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഈ വൈറ്റമിൻ ഡി നമുക്ക് നന്നായിട്ട് കിട്ടണമെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൺലൈറ്റ് ആണ്. വൈറ്റമിൻ ഡി മെയിനായിട്ട് വരുന്നത് സൺലൈറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള സൺലൈറ്റ് അല്ല, നമ്മുടെ ഇളം വെയിൽ, രാവിലത്തെയും വൈകുന്നേരത്തെയും ഇളം വെയിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ, ഇപ്പം നമ്മളാണെങ്കിൽ കൂടെ ഈ പറയുന്നത് നമ്മളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തോട്ടെ പറയുന്നത്, നമ്മൾ പോയിട്ട് കുഞ്ഞുങ്ങളെയാണെങ്കിൽ തന്നെ കുളിക്കും. ന്യൂ ബോൺ ബേബീസിനെ വരെ ഈ സൺലൈറ്റ് കൊള്ളിക്കാം കേട്ടോ, രാവിലത്തെയും വൈകുന്നേരത്തെയും. അപ്പോൾ ഇത് കൊള്ളിക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡി നന്നായിട്ട് കിട്ടും. ഈ വൈറ്റമിൻ ഡി അവരുടെ ബോഡിയിൽ ആവശ്യത്തിലധികം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം നന്നായി ബൂസ്റ്റ് ചെയ്ത് മാക്സിമം രോഗങ്ങളെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി ഈ വൈറ്റമിൻ ഡി സഹായിക്കും. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ട ഒന്നാമത്തെ കാര്യം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, അതായത് സൺലൈറ്റ് കുഞ്ഞുങ്ങളെ കൊള്ളിക്കുക, രാവിലത്തെ വൈകുന്നേരത്തെ സൺലൈറ്റ് കൊള്ളിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറഞ്ഞതൊരു 1.5 വയസ്സ് വരെയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തിരിക്കണം. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അത് ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കൊക്കെ അത് വിഷമമായിരിക്കും. കാരണം വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ പറ്റാത്ത അമ്മമാരുടെ വിഷമം പിന്നെ കുറേയൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന അത്ര നിങ്ങൾ കൊടുക്കുക. ബ്രസ്റ്റ് മിൽക്ക് ഉള്ളവർ ദയവ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. 2 വയസ്സ് വരെയെങ്കിലും കൊടുക്കുക. ഇനി ഇല്ല, നിങ്ങൾക്ക് വറ്റാനായി എന്നൊക്കെ ഉള്ള അവസ്ഥയാണെങ്കിൽ നിങ്ങളൊരു 1.5 വയസ്സ് വരെയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുക. ഈ ബ്രസ്റ്റ് മിൽക്കിലൂടെ കിട്ടുന്ന ആ ഒരു അവരുടെ എന്താ പറയുക ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത് വേറെയാണ്, അത് വേറെ ഒന്നിലൂടെയും കിട്ടത്തില്ല. അപ്പം നിങ്ങൾ മാക്സിമം കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ. അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഉറക്കം അവർക്ക് നന്നായിട്ട് ഉണ്ടാകുക. അത് ഇതെന്നോട് പറഞ്ഞ ഡോക്ടറാട്ടോ, ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞത്, കുഞ്ഞുങ്ങൾക്ക് നന്നായി ഉറക്കം കിട്ടുകയാണെങ്കിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം നന്നായി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അവരുടെ ബോഡി നല്ല ഹെൽത്തി ആയിരിക്കും. ഉറക്കം കുറവുള്ള കുഞ്ഞുങ്ങളുടെ ബോഡി ഹെൽത്തി ആയിരിക്കില്ല. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നന്നായി അവർക്ക് ഉറക്കം അനുവദിക്കുക. നന്നായി കുഞ്ഞുങ്ങൾ ഉറങ്ങട്ടെ. അപ്പോൾ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വരെ നല്ല ഉറക്കത്തിലൂടെ ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നന്നായി ഉറക്കം കിട്ടാൻ പാകത്തിന് നിങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുക. അവർക്ക് അതിനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ കേട്ടാൽ ചിരിക്കും. എന്താ അറിയോ, എന്നോട് ഡോക്ടർ പറഞ്ഞാണേ, അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചോണ്ട്, അതായത് കുഞ്ഞുങ്ങൾ മണ്ണിലോട്ട് വിട്ട് കഴിഞ്ഞാൽ അഴുക്കാവും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കാതെ കുഞ്ഞുങ്ങളെ നമ്മൾ മാക്സിമം മണ്ണിലോട്ട് ഇറക്കി വിടുക. അങ്ങനെ മണ്ണിലോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ആ മണ്ണിലൂടെ കുഞ്ഞുങ്ങളുടെ ബോഡിയിലോട്ട് ഓഫ് കോഴ്സ് ബാക്ടീരിയാസും അല്ലെങ്കിൽ അണുക്കളൊക്കെ കുഞ്ഞുങ്ങളുടെ ബോഡിയിൽ കയറും. അത് കയറണം പോലും. അത് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ അതെല്ലാം കയറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനും കൂടിയുള്ള നന്നായി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുക ചെയ്യുന്നത്. അപ്പം അത് ആ ബാക്ടീരിയസിനെ
തന്നെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വേറെ രീതിയിൽ ഈ ബോഡിയിലോട്ട് വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിനെ ചെറുത്ത് നിർത്തിക്കോളും. അപ്പോൾ നമ്മൾ ഡോക്ടർ പറയുന്നത് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളെ മണ്ണിൽ വളരുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചു, അല്ലെ നമ്മുടെ മാതാപിതാക്കൾ തന്നെ മണ്ണിൽ കർഷകരായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളെ തന്നെ ശ്രദ്ധിച്ചു, അവർക്ക് അങ്ങനെ അസുഖം എന്തെങ്കിലും വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ മാക്സിമം കുഞ്ഞുങ്ങളെ അയ്യോ പൊടി പറ്റരുത് അത് പറ്റരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പൊത്തി പിടിക്കുക അനുസരിച്ച് അവർക്ക് അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അതേ സമയത്ത് നിങ്ങൾ മണ്ണിലോട്ട് ഇറക്കി വിടുവോ മുറ്റത്തോട്ട് ഇറക്കി വിടുവോ ഒക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അവർക്ക് പിന്നെ ഒരു അസുഖങ്ങളൊക്കെ വന്നാൽ തന്നെ പെട്ടെന്ന് പൊയ്ക്കോളും. അല്ല ചില കുറേ നാളത്തേക്ക് നിൽക്കുന്ന കണ്ടിട്ടില്ലേ. അപ്പോൾ നമ്മൾ മാക്സിമം കുഞ്ഞുങ്ങളെ മണ്ണിലൊക്കെ കളിക്കാൻ വിടുക. വരട്ടെ, അസുഖം വരട്ടെ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ആ ഒരു ബോഡി അതിനനുസരിച്ച് എന്താ പറയുക ഡെവലപ്പ് ആയിക്കോളും. ആ ഒരു ബാക്ടീരിയനൊക്കെ ചേർത്തിട്ടൊക്കെ ഡെവലപ്പ് ആയി വന്നോളും. അപ്പോൾ അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിൽ പറഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഭക്ഷണത്തിലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ ഭക്ഷണത്തിലൂടെയും കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് വർദ്ധിപ്പിക്കാം. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമ്മൾ വലിയവർക്കും. അത് എന്തൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കണം? അപ്പം മെയിനായിട്ട് ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സ് നമുക്കറിയാം. ഓറഞ്ച്, ലെമൺ, പിന്നെന്താ ഗ്രേപ്പ്, അപ്പം ഇതൊക്കെ ലൈമ്, ഇതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഡെയിലി ഫുഡിലായിട്ട് അത് ഓറഞ്ച് തൊലി പൊളിച്ച് തന്നെ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ജ്യൂസാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ജ്യൂസിൽ കൊടുക്കുന്നത് നല്ലത്, ഡയറക്റ്റ് ആയിട്ട് തന്നെ അല്ലിയായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ ലൈം ജ്യൂസ്, നിങ്ങൾക്ക് ഉപ്പിട്ടിട്ടാണെങ്കിൽ കൊടുത്താൽ മതി. എപ്പോഴും ഈ ഷുഗർ തന്നെ ഇട്ട് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ലൈമാണെങ്കിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്ക് ജ്യൂസാക്കി കൊടുക്കുക. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ആ ഒരു ഭക്ഷണത്തിലൂടെ ഫ്രൂട്ട്സിലൂടെ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം മെയിനായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇതൊക്കെ. പിന്നെ ഓറഞ്ചിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. കുഞ്ഞുങ്ങൾക്ക് കഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കഫോ കോൾഡോ വന്നുകൊണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഓറഞ്ച് കൊടുക്കരുത്, അവരുടെ കഫ് കൂടുകയുള്ളൂ. അത് നിങ്ങൾ കറക്റ്റ് നോട്ട് ചെയ്യുക കേട്ടോ. അടുത്തതെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിൻ്റെ കാര്യം നമ്മുടെ പപ്പായ, കിവി, അവക്കാഡോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന നല്ല ഫ്രൂട്ട്സുകളാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മാക്സിമം കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുക. അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ യോഗട്ട്, അത് നമ്മുടെ തൈര് ബെസ്റ്റാണ് കുഞ്ഞുങ്ങൾക്ക്, അതായത് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, രോഗപ്രതിരോധ ശേഷി കിട്ടാനായിട്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലസ്സിയാക്കി കൊടുത്തേച്ചാൽ മതി. അല്ലെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ഇത് ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കോൾഡൊക്കെ ഉള്ള സമയത്ത്, കഫൊക്കെ ഉള്ള സമയത്ത് തൈര് കൊടുക്കരുത്. അപ്പോൾ ഇതിന് പകരം എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ചോറിൽ കുറച്ച് തൈരൊക്കെ ഒഴിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ലസ്സി എങ്ങനെ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ വേറൊരു വീഡിയോ പറഞ്ഞുതരാം. ലസ്സിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്തി ആവും, വെയിറ്റ് ഗെയിൻ വരെ ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക്. സോ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ യോഗട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അടുത്തത് ഡെയിലി കൊടുത്ത ഒരു കുഴപ്പമില്ല കേട്ടോ, അസുഖങ്ങളുള്ളപ്പോൾ മാത്രം ഒഴിവാക്കി നിർത്തിയാൽ മതി. അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ആൽമണ്ട്, നമ്മുടെ ബദാം സീഡില്ലേ, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത്. അതായത് നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. നിങ്ങൾക്കത് അറിയത്തില്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്തു തരാം. കുഞ്ഞുങ്ങൾക്ക് അത് പൊടിച്ച് തന്നെ കൊടുക്കണം. കുഞ്ഞു മക്കൾക്ക്, അതായത് ഒരു 6 മാസം തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കാം. വെറുമായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എന്താ, അത് പൊടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ട് അത് പൊടിച്ചിരിക്കണം. 6 മാസത്തിന് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ പേര് നിങ്ങൾ തരിതരിയായിട്ടൊന്നും കൊടുത്തിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ തൊണ്ടയിൽ കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ട് നിങ്ങൾ ഇങ്ങനെ ഇടിക്കുന്ന ഒരു പാത്രമുണ്ട്, അതിനകത്ത് വെച്ച് നന്നായി ഇടിച്ച് കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കാൻ ശ്രമിക്കുക. ആൽമണ്ട് നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ആവാൻ സഹായിക്കുന്ന വലിയൊരു ഘടകമാണ്. അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചി, പിന്നെ നമ്മുടെ മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി. കുരുമുളക് പൊടിയായിട്ട് വേണ്ട, പച്ചക്കുരുമുളക് എങ്ങനെയും കറികൾക്കൊക്കെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല. അതിപ്പോൾ ഏത് വിധത്തിൽ നിങ്ങൾക്ക് കൊടുക്കാം. അതായത് ഇഞ്ചി, കുരുമുളക്, മഞ്ഞൾ, നമ്മുടെ സവോള, ഇത്രയും കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ മാക്സിമം ഉൾപ്പെടുത്തുക. അത് ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ആകാൻ സഹായിക്കുന്ന ഫുഡ് ഐറ്റംസിലാണ് നമ്മുടെ വെജിറ്റബിൾസ് പെടുന്നതാണ് ഇത്. ഓക്കെ, പിന്നെ ബ്രോക്കോളിയൊക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതും കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പാല് ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നല്ലതാണ്, പ്രോട്ടീനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് പാല് കൊടുക്കുന്നതിൽ ഞാൻ സപ്പോർട്ടല്ല. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ പാല് എങ്ങനെയാണ് വരുന്നത് നമുക്കറിയത്തില്ല. കാരണം ഉള്ള കെമിക്കൽസും ഉള്ള പൊടികളും അതും ഇതെല്ലാം കൊടുത്തതിന് ശേഷമാണ് പശുവിന് പാല് നന്നായിട്ട് വരാൻ വേണ്ടി അതും ഇതെല്ലാം കൊടുത്തതിന് ശേഷമുള്ള പാലാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിയുമ്പോൾ എത്രത്തോളം ഹെൽത്തി ആയിരിക്കും കുഞ്ഞ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാനാവില്ല. ഞാൻ ഏതായാലും എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നില്ല, വല്ലപ്പോഴും ഞാൻ കൊടുത്തെങ്കിലേ ഉള്ളൂ, വല്ലപ്പോഴും, അല്ലാതെ ഞാൻ കൊടുക്കാറില്ല. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുത്തോ, പാല് നല്ലതാണ്.
ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇത്രയും കാര്യങ്ങൾ മാക്സിമം ഫോളോ ചെയ്യുക. കുഞ്ഞുങ്ങളുടെ ഡെയിലി ഫുഡിൽ ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഉൾപ്പെടുത്തി. ഇപ്പം ഇഞ്ചി ഇഞ്ചി, ഗാർലിക് എന്താ, വെളുത്തുള്ളി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ കുറച്ച് നന്നായിട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലൂടെ അത് എത്തിക്കോളും. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.